ഹായ് ഹലോ നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ്. ഒരാൾ സീറോയിൽ നിന്ന് ഹീറോ ആവുന്നത് എങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നൊരു വ്യക്തി തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ്. ഉദാഹരണം, ആ, ഈ പറയുമാതിരി ഒരു കാലത്ത് സന്തോഷ് പണ്ഡിറ്റിനെ നെഗറ്റീവ് പറയാത്ത ഒരു മനുഷ്യൻ പോലും കേരളക്കരയിൽ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ സന്തോഷ് പണ്ഡിറ്റിനെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ കാലം മാറി, കഥ മാറി. സന്തോഷ് പണ്ഡിറ്റ് ഇന്ന് പലർക്ക് ഹീറോ ആണ്. വെറും ഹീറോ അല്ല, സൂപ്പർ ഹീറോ. ഈ വയനാട് ദുരന്തമൊക്കെ വന്നപ്പോൾ ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ആ ഒരു എന്തോ പറയുന്നത് കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ എന്തോ നല്ല ഇടപെടൽ, അത് അദ്ദേഹത്തെ കൂടുതൽ ഹീറോയിസത്തിലേക്ക് നയിക്കുമായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കണം, ഇതറിയണം. കുറേ അന്തങ്ങളുള്ള ഈ നാട്ടിൽ ഇതിനെപ്പറ്റി ഒരു എന്താ പറയുന്നത് അറിവ് നല്ലതാണ്. കേട്ട ആൾക്കാർ പോസിറ്റീവ് പറയുന്നു, അതുപോലെ അത്രയും ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് മാറി എന്ന് സന്തോഷിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു, ഇന്റലിജന്റ് കോഷ്യന്റ് IQ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അത്യാവശ്യം IQ ഉള്ള ആൾക്ക് 2011 സന്തോഷ് പണ്ഡിറ്റിന്റെ കളി കണ്ടപ്പോൾ ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടുണ്ട്. അവരന്ന് എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ബുദ്ധി കുറഞ്ഞവർക്ക്, IQ കുറഞ്ഞവർക്ക് കുറച്ച് സമയമെടുത്തു, ഇന്ന് അവരെന്നെ സ്നേഹിക്കുന്നു. അതിൻ്റെ മനഃശാസ്ത്രം ഇതാണ്: ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കാണുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഇഷ്ടപ്പെടാത്ത നിങ്ങൾ കാണരുത്. അതല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം നിങ്ങൾ ഷെയർ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് 5 പൈസയുടെ കുറവുണ്ടെന്ന്. അധികമൊന്നുമില്ല, ഒരു 5 പൈസയുടെ കുറവുണ്ടെന്ന്. ശരിയല്ലേ? കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ട നടൻ്റെ ഒരു വീഡിയോ കാണുന്നില്ല, ഇഷ്ടപ്പെട്ട നടൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുന്നു, ഇഷ്ടപ്പെടാത്തവൻ്റെ വീഡിയോ കാണുന്നു. നിങ്ങൾക്ക് 5 പൈസയുടെ കുറവുണ്ടെന്ന് ഞാൻ പറയും. അതായത് ഒരിക്കലും അത്തരം ആളുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, അവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും എൻ്റെ വിമർശകർക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് സന്തോഷ് പണ്ഡിറ്റ് കളിക്ക് വന്നത്. ഇവരെയൊക്കെ കൃത്യമായി പഠിച്ച് ഇവൻ്റെ തലച്ചോറിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യം പഠിച്ചിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് മാറിയില്ല. 13 വർഷമായി ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ? ഞാൻ അന്ന് തന്നെയല്ലേ പറഞ്ഞത്. എന്തുകൊണ്ട് സിനിമ ചെയ്യുന്നു? ഇന്ത്യ സ്വതന്ത്രമാണ്, ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാണ്. ഇന്ത്യൻ പീനൽ കോഡ് നിയമപ്രകാരം സെൻസറിങ് ചെയ്യണം, ഇൻകം ടാക്സ് കൊടുക്കണം. അത് എങ്ങനത്തെ സിനിമ ചെയ്യണം, ബാഹുബലി എടുക്കണം, ഇന്ന നടൻ അഭിനയിക്കണം എന്നൊന്നും ഇന്ത്യൻ പീനൽ കോഡ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരിയല്ലേ? അതെങ്ങനെ എടുക്കണം? കാണുമോ കാണാതിരിക്കാൻ നിങ്ങൾക്കും ചെയ്യാം. എല്ലാ വർഷവും ഓരോ സിനിമകൾ വരുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവ്യൂസ് വരും, പിന്നെ അങ്ങനെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ അതന്നെ വരും. അതൊന്ന് സിനിമയിൽ നിന്ന് വരുന്നതിനെ എടുത്തിട്ട് നമുക്ക് അടുത്ത സിനിമ ചെയ്യാനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ബാക്കിയെല്ലാം വരുന്നത് ചാരിറ്റി കൂടുതലും ഇനോഗ്രേഷൻ ഇൻ്റർവ്യൂസ് ഒക്കെ കിട്ടുന്നിടത്ത് ചെയ്യും. എന്ത് തന്നെ വന്നാലും കിട്ടുന്നതിന് 50% ഞാൻ മറ്റുള്ളവർ കൊടുത്തിരിക്കും. അപ്പം അത് ഞാൻ എൻ്റെ അച്ഛനെ കൊടുത്ത ഒരു വാക്കാണ്. മരിക്കുന്നതെന്ന് വരെയും സന്തോഷ് പണ്ഡിറ്റ് എന്ന മനുഷ്യനെ എന്ത് കിട്ടുകയാണെങ്കിലും പകുതി സമൂഹത്തിന് കൊടുക്കണം. അച്ഛനൊരു പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞ കാര്യമാണ്. സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ കാണുമെന്ന് വെച്ചാൽ, സന്തോഷ് പണ്ഡിറ്റ് പ്ലസ് ബ്രാക്കറ്റിൽ 770 കോടി ജനങ്ങൾ, ഇവിടുത്തെ മൃഗങ്ങൾ, സസ്യങ്ങൾ. സന്തോഷ് പണ്ഡിറ്റ് ഒറ്റയ്ക്ക് കൊടുക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് ഇത്രയും പേർക്ക് കൊടുത്തിരിക്കണം. ജനിച്ച ദിവസം എൻ്റെ വീട്ടിൽ കാറുണ്ട്. ആലോചിക്കണം, ഇന്ന് എൻ്റെ വീട്ടിൽ കാറില്ല. കാരണം 2018 കൊറോണ പീരീഡ് വന്നപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ ആരും എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മന്ത്രിയല്ല, MLA അല്ല, ഞാൻ എവിടെയും ഒരു മെമ്പറും അല്ല. പക്ഷേ എനിക്കൊരു വേദന തോന്നിയിട്ടാണ്. കാരണം വെച്ചാൽ കൊറോണ പീരീഡിലൊക്കെ ഓരോ കുട്ടികളുടെ വിഷമം ആലോചിച്ചപ്പോൾ ഞാൻ എൻ്റെ കാറെല്ലാം വിട്ടിട്ട് ചെയ്താണ്. എന്നെ ആരും നിർബന്ധിച്ചില്ല. എന്നോട് ജോലി രാജിവെക്കാൻ ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, പിന്നീട് ചെയ്യാൻ തരും. അതുകൊണ്ട് ഇപ്പോൾ അതിനുശേഷമാണ് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ നെറ്റിലൊക്കെ കിടക്കുന്നത് സന്തോഷ് പണ്ഡിറ്റിലോ KSRTC യാത്ര ചെയ്യുന്നു, നടന്നു പോകുന്നു. ഞാൻ അതിനുശേഷം ശരിക്കും അതിലിപ്പോൾ എല്ലാവരും പോകുന്നു, സന്തോഷ് പണ്ഡിറ്റ് പോകുന്നു. എനിക്ക് വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ ആളുകൾ നമ്മൾ അറിയാതെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ വൈറലാക്കുന്നു. അതിനുശേഷം മലയാളി ഹൗസ് എന്നാണ് സൂര്യ ടിവിയുടെ പരിപാടി. 26 ലക്ഷം രൂപ കിട്ടി. എത്ര ദിവസം ഉണ്ടായിരുന്നു അതിൽ? അത് ഞാൻ 85 ദിവസമാണ്. 26 ലക്ഷം രൂപ കിട്ടി. മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുത്തത്. ഇത് ദൈവം എന്താണ് ചെയ്യേണ്ടത്? 24 ലക്ഷം കൊടുക്കാനല്ലേ ഒരു മനുഷ്യനെ പറ്റുള്ളൂ. ഒരു സിനിമ പോലും നഷ്ടാക്കിയില്ല. എവിടെയെങ്കിലും അവ കിട്ടുന്നവർക്ക് നാട്ടുകാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞോ, കാർ വാങ്ങിക്കണമെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സൂചി കുത്തയിടാൻ കിട്ടണമല്ലോ. ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴാണ് കഴിഞ്ഞ സിനിമ അവസാനം ഞാൻ ഓൺലൈൻ റിലീസ് ചെയ്യലേക്ക് എത്തി. കാരണം ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് 15 ലക്ഷം രൂപയും വേണം. കാരണം പോസ്റ്റർ ഒട്ടിക്കൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ആ പൈസ മുഴുവൻ, ഈ അവസാന സിനിമ ഞാൻ ഓൺലൈനിലേക്ക് വന്നത്, ആ പൈസ മുഴുവൻ ചാരിറ്റിക്ക് കൊടുത്തു. ഇതാണ് സത്യത്തിൽ സമൂഹത്തിൽ നടക്കുന്നത്. വലിയ വലിയ സൂപ്പർ സ്റ്റാറുകൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ആ ഒരു എന്താ പറയുന്നത് മനസ്സാന്നിധ്യം, അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു ഇമേജ്, ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ സന്തോഷ് പണ്ഡിറ്റിന് എന്തുകൊണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ പോയിട്ട് ഇരുന്ന് തെറി പറയും. ആ ഒരു ഇമേജ്, നെഗറ്റീവ് ഇമേജ്, അതിവിടെ നിങ്ങൾ ആരെ തെറി പറയുവാണെങ്കിലും, ഇപ്പോൾ ഉദാഹരണങ്ങൾ ഈ കുറേ തനുജയുടെ അന്തങ്ങൾ വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലിടും. നിങ്ങളൊരു കമൻറ്റ് ബോക്സ് ഇടുമ്പോൾ, ഒരു കമൻറ്റ് ചെയ്യുമ്പോൾ എന്നെ 5 പേരിലേക്ക് പ്രൊമോട്ട് ചെയ്യും. ഇതാണ് അതിൻ്റെ മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ഒരു കമൻ്റ് ഇട്ട് അയാളെ ഉപദ്രവിക്കാൻ നേരത്ത് അയാളൊരു 5 പേരിലേക്കും കൂടെ എത്തുവാണ്. അപ്പോൾ അയാളെ ഒരുപാട് ഉപദ്രവിക്കാൻ നേരത്ത് കുറേ പേര് അത് റിലേറ്റ് ചെയ്യും. ഇയാൾ എന്തിനാണ് ഇത്രത്തോളം ഉപദ്രവിക്കാൻ വേണ്ടി അയാൾ വല്ലതും ചെയ്തിട്ടുണ്ടോ, ഇത്രത്തോളം തെറി പറയാൻ വേണ്ടി അയാൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇത് തന്നെയാണ് ആക്ച്വലി നടക്കുന്നത്. കുറച്ച് പേര് സഹതാപം കൊണ്ട് ഇഷ്ടപ്പെടും, ചിലർ പുള്ളി എന്താ വിചാരിക്കുന്നതെന്ന് റിലേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ഈ പറയുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് അതുണ്ടാക്കുന്ന ഒരു ഓളം,
അത് വേറൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ആറാട്ടണ്ണനായാലും അങ്ങനെ കുറേ ആൾക്കാർ അത് നിലനിർത്താൻ പലർക്കും കഴിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ആക്ച്വലി അങ്ങനെ കുറേ ആൾക്കാർ വരും, അതായത് ഇതേ കണക്ക് എന്താ പറയുന്നത്, ഫേമസ് ആവണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ. പക്ഷേ ഇതിൻ്റെ പുറമെ ഇയാളെ ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാർ തെറി വിളിച്ച് അങ്ങോട്ട് പോകും. ഇവരുടെ സമയം അങ്ങോട്ടങ്ങോട്ട് കളയും. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പ്രൊമോട്ട് ചെയ്യാൻ ആ സമയം ഉപയോഗിക്കത്തില്ല. നേരെ മറിച്ച് മറ്റുള്ളവരെ തെറി വിളിക്കുമ്പോൾ ചില അന്തങ്ങളിപ്പം നമ്മളെ കിടന്ന് തെറി പറയുന്നില്ലേ. ഇവിടെ എന്താണ്, കേൾക്കുന്നവർ വിചാരിക്കും ഈ പറയുന്ന വ്യക്തി ആരാണ്, എന്താണ്, ഒന്നറിയണമെന്ന് പറയും. അവരെ ചെന്ന് നോക്കാൻ നേരത്ത് ആ വ്യക്തി ഈ പറയുന്ന ഒരു എന്താ പറയുക അസാധാരണമായ അല്ലെങ്കിൽ മോശമായിട്ടൊരു സംസാരമില്ല. അപ്പോൾ അയാളെ സ്വാഭാവികമായിട്ട് ഇയാളുടെ ഭാഗത്ത് എന്തുകൊണ്ടോ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ആ വ്യക്തി വരുന്ന ഈ നെഗറ്റീവ് കേട്ട് വന്ന വ്യക്തി ഇയാളെ വന്ന് ഫോളോ ചെയ്യും. അയാളുടെ എന്തെങ്കിലുമൊക്കെ നന്മകളുണ്ടെങ്കിൽ അവർ കാണും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ഓരോരുത്തരെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഇഷ്ടമില്ലാത്തവൻ്റെ പുറമെ നമ്മൾ തെറി പറയുന്നത് ബോധമില്ലാത്തവനാണ്, ബുദ്ധിയില്ലാത്തവനാണ്, കിളി പറഞ്ഞവനാണെന്നാണ് ഇവിടെ സന്തോഷ് പട്ടി എന്ന് പറയുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്താ പറയുന്നത്, ആരെ അന്ധമായിട്ട് ഇങ്ങനെ സ്നേഹിച്ചിട്ട് മറ്റുള്ളവരെ നെഗറ്റീവ് പറയാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഗുണമേന്മ, അതിൻ്റെ ഉപഭോക്താവ്, അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നത് നിങ്ങൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാണ്. അയാൾക്ക് അത്രയും കൂടെ ഫെയിമാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അത്രയും കൂടെ 4 പേരിലേക്ക് എത്തത്തേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള ആൾക്കാരും ആക്രമിക്കപ്പെടുമ്പോൾ ഓപ്പോസിറ്റിൽ നിന്ന് സംസാരിക്കാൻ ഒരുപാട് വ്യക്തികൾ വരും. ഈ പറയുന്നമാതിരി മലയാളിക്ക് ഇത്തിരി കിട്ടിയാൽ മതിയല്ലോ, ഇത്തിരി കൂടെ ചേർത്തങ്ങ് പറയും. അപ്പോൾ ഇത് കേൾക്കുന്നവന് ആ ചേർത്ത സാധനം കാണില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇവനെ സപ്പോർട്ട് ചെയ്യും. ഇതാണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, നമ്മൾ എന്താ പറയുക, നമുക്കൊരാളെ ഇഷ്ടമില്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക, വിട്ടുകളയുക. ആ വിട്ടുകളയുന്നതാണ് ബുദ്ധിപരം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 50 പൈസയുടെ കുറവുണ്ട്. അന്തങ്ങളാണ് നിങ്ങൾ. സീരിയസ് ആയിട്ടും പറയണം, നിങ്ങൾ അന്തങ്ങളാണ്. നിങ്ങൾക്കൊരാളെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളയുക, നിങ്ങളവരെ ഫോളോ ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല മാതൃക. സോ എന്താ പറയുന്നത്, ഇന്ന് ഈ പ്ലേ ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ബോധമുള്ളവർ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ സന്തോഷ് പണ്ട് എന്ന് പറയുന്ന വ്യക്തിയെ വെറുതെ നമ്മൾ പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് നല്ല കാര്യങ്ങളും കൂടെ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഇടം പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് സൂപ്പർ താരങ്ങൾക്ക് പോലും ഉണ്ടാകുന്നതിനെക്കാട്ടും കൂടുതൽ അന്തങ്ങളും ഇദ്ദേഹത്തിനുണ്ട്. അത് വേറെ കേസ്. ഇദ്ദേഹത്തെ അന്ധമായി ആരാധിക്കുന്നവരുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തും തെറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ഓപ്പോസിറ്റ് സംസാരിക്കാൻ ഒരുപാട് പേര് കാണും. സോ എന്തായാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം കൂടി, അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായ ഭാഷയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.